ജി വിഷൻ ടോക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് പ്രശസ്തമായ ചോറ്റാനിക്കര ദേവസ്വം ബോർഡിന് കീഴിലുള്ള വലിയ കീഴ്ക്കാവ് ക്ഷേത്രത്തിലാണ്. ചോറ്റാനിക്കര ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് പ്രത്യേകതകളും ആചാരങ്ങളും നിറഞ്ഞതാണ് ഈ വലിയ കീഴ്ക്കാവ്. ഇവിടുത്തെ വിശേഷങ്ങളും ഐതിഹ്യങ്ങളും എന്തൊക്കെയാണ്? പ്രതിഷ്ഠയൊന്നുമില്ലാത്ത ഈ ക്ഷേത്ര സന്നിധിക്ക് ഇത്രയേറെ പ്രാധാന്യം ലഭിച്ചതെങ്ങനെ? ഇതെല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായി കാണാം. വലിയ കീഴ്ക്കാവ് ക്ഷേത്രം ചോറ്റാനിക്കര കീഴ്ക്കാവ് ക്ഷേത്രത്തിന്റെ തെക്കുവശത്തായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്ര സന്നിധിയാണ് വലിയ കീഴ്ക്കാവ്. വലിയ കീഴ്ക്കാവിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ പ്രതിഷ്ഠ ഒന്നും തന്നെയില്ല എന്നതാണ്. എന്നാൽ പ്രതിഷ്ഠയില്ലെങ്കിലും ഇവിടെ നിത്യവും നിലവിളക്ക് തെളിയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഭഗവതിയുടെയും അയ്യപ്പന്റെയും സാന്നിധ്യം പ്രത്യേക ദിവസങ്ങളിൽ വലിയ കീഴ്ക്കാവിൽ ഉണ്ടാകാറുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട 2 ദിവസങ്ങളാണ് പൂരം നാളും ഉത്രം നാളും. പൂരം നാളിൽ കിഴക്കേ ചിറയിലെ ആറാട്ടിന് ശേഷം ഭഗവതിയെ ചക്രോത്ത് മനയിൽ എഴുന്നള്ളിച്ച് എത്തിക്കുന്നു. അവിടെ പൂജകൾ നടത്തിയ ശേഷം തിരിച്ച് വലിയ കീഴ്ക്കാവിൽ എത്തിച്ചേരുന്നു. തുടർന്ന് രാത്രിയിൽ കുഴിയേറ്റ് ഭഗവാനോടൊപ്പം പൂരം ചമഞ്ഞ് എഴുന്നള്ളിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ പൂരം നാളിലും വലിയ കീഴ്ക്കാവിന് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് ലഭിക്കുന്നത്. ഇനി വലിയ കീഴ്ക്കാവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന ദിവസമാണ് ഉത്രം നാൾ. ഉത്രം നാളിൽ വൈകുന്നേരം മേൽക്കാവിൽ കാക്ക കൂടണയുന്നതിന് മുൻപ്, അതായത് അസ്തമയത്തിന് മുൻപ് ക്ഷേത്രാങ്കണം ഭൂതഗണങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നു. തുടർന്ന് ഭഗവതിയും ശാസ്താവും മേൽശാന്തിയുടെ കൈകളിൽ ശംഖിന്റെയും ചേങ്ങിലയുടെയും അകമ്പടിയോടെ വലിയ കീഴ്ക്കാവിലേക്ക് എത്തിച്ചേരുന്നു. അന്ന് രാത്രി ഭഗവതിയും ശാസ്താവും വലിയ കീഴ്ക്കാവിൽ കുടികൊള്ളുന്നു. പിറ്റേ ദിവസം അത്തം നാളിൽ രാവിലെ കാക്ക നിലത്തിറങ്ങിയതിന് ശേഷം, അതായത് ഉദയത്തിന് ശേഷം, ഭഗവതിയും ശാസ്താവും തിരിച്ച് ക്ഷേത്രത്തിലേക്ക് മടങ്ങുന്നു. ഇവിടുത്തെ ആചാരങ്ങളിൽ തന്നെ ഈ സമയക്രമങ്ങൾക്കും പ്രത്യേക പ്രാധാന്യമുണ്ട്. പ്രതിഷ്ഠയില്ലാത്ത ഒരു സന്നിധിയാണെങ്കിലും പ്രത്യേക ദിവസങ്ങളിൽ നടക്കുന്ന ഈ ആചാരങ്ങളും വിശ്വാസങ്ങളും വലിയ കീഴ്ക്കാവിനെ ഭക്തരുടെ മനസ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പുണ്യസ്ഥലമാക്കി മാറ്റുന്നു. ഇത്രയേറെ പ്രത്യേകതകളും വിശ്വാസങ്ങളും ആചാരങ്ങളും നിറഞ്ഞ പവിത്രമായ സ്ഥലമാണ് വലിയ കീഴ്ക്കാവ്. ചോറ്റാനിക്കര ക്ഷേത്രത്തിലെത്തുന്നവർ ഈ സന്നിധിയുടെ പ്രത്യേകതകൾ കൂടി അറിയുന്നത് തീർച്ചയായും ഒരു വ്യത്യസ്തമായ അനുഭവമായിരിക്കും. അപ്പോൾ ഇതായിരുന്നു ചോറ്റാനിക്കര ക്ഷേത്രത്തിൻ്റെ തെക്കുവശത്തായി സ്ഥിതി ചെയ്യുന്ന വലിയ കീഴ്ക്കാവിൻ്റെ പ്രത്യേകതകളും പ്രധാന ആചാരങ്ങളും. പ്രതിഷ്ഠയില്ലെങ്കിലും നിത്യവും നിലവിളക്ക് തെളിയുന്ന ഈ പുണ്യസന്നിധിക്ക് ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള ക്ഷേത്രവിശേഷങ്ങളും ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാകണം. മറ്റൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും വരുന്നതാണ്. അതുവരെ നന്ദി, നമസ്കാരം.